അടുത്തൊരു സാരി നമുക്ക് അപ്സൈക്കിൾ ചെയ്താലോ. ഇതെൻ്റെ കസിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അവൾക്ക് ഓഫീസിലെ ഓണം പരിപാടിക്ക് ഇടാൻ വേണ്ടിയിട്ട് പട്ടുപാവാടയും ബ്ലൗസും തുന്നാൻ തന്നിട്ടുള്ള സാരിയാണ്. പട്ടുപാവാടയും ക്രോപ്പ് ടോപ്പും അല്ല, പട്ടുപാവാടയും ബ്ലൗസ് തന്നെ. ഇത് മുന്നേ ഒരു തവണയിട്ട് എടുത്തിട്ടുള്ള ഒരു സാരിയാണ്. അപ്പോൾ ഞാനിതൊന്ന് അളന്ന് നോക്കുന്നതാണ് കേട്ടോ. ഇതിനകത്ത് ബ്ലൗസ് മെറ്റീരിയലും കൂടെ വരുന്നുണ്ടോ എന്നുള്ളത്. ബ്ലൗസ് മെറ്റീരിയലും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല സന്തോഷമാണ്. ഇങ്ങനെ പാവാടയ്ക്ക് നല്ല പ്ലേറ്റ് കിട്ടും. പിന്നെ നമുക്ക് ബ്ലൗസും ഇതിൽ നിന്ന് തന്നെ വേണമല്ലോ. അപ്പോൾ 1 മീറ്ററിൽ കൂടുതൽ നമുക്ക് ബ്ലൗസിന് തുണിക്ക് വേണം. അങ്ങനെ ലോങ് ബ്ലൗസ് ആണല്ലോ, അങ്ങനെ ഒരു 3/4 ബ്ലൗസ് വേണം. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞിട്ട് പാവാടയ്ക്ക് ആവശ്യത്തിന് പ്ലേറ്റ് കിട്ടണമെങ്കിൽ ഇത് 6.5 മീറ്റർ ഉണ്ടെങ്കിലാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ബ്ലൗസിനുള്ള തുണിയും കൂടെ അതിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനത് വീണ്ടും ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത്തിനനുസരിച്ച് ഇത് കട്ട് ചെയ്യണം. പിന്നെ ഞാൻ ആ കരയുടെ ഭാഗം നോക്കി. അപ്പോൾ അതും എനിക്ക് നല്ല സന്തോഷമായി. ജസ്റ്റ് ഒരു മുന്താണിയിലുള്ള കര, ഒരു വീതിയുള്ളൊരു കുഞ്ഞു കരയുള്ളൂ. അപ്പോൾ അവിടെ നിന്നും അധികം തുണി വേസ്റ്റ് ആവാനായിട്ട് പോണില്ല. ഇനിയിപ്പോൾ അവിടെ ഒരുപാട് ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടതൊക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതിൽ മാക്സിമം നമുക്ക് തുണി സ്കേർട്ടിലേക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ ഞാൻ അതിലേക്ക് വാങ്ങിയിട്ടുള്ളത് സീക്രട്ട് സിബ് വാങ്ങിയിട്ടുണ്ട്, 2 എണ്ണം വാങ്ങിയിട്ടുണ്ട് പാവാടയ്ക്കും ബ്ലൗസിനുമായിട്ട്. പിന്നെ 4 മീറ്ററാണ് ലൈനിങ് വാങ്ങിയിട്ടുള്ളത്. 1 മീറ്റർ ബ്ലൗസിനും 3 മീറ്റർ പാവാടയ്ക്കും. അങ്ങനെ തുന്നി എടുത്തിട്ടുള്ള പാവാടയാണ് കേട്ടോ. ഞാൻ കാര്യമായിട്ടുള്ള വീഡിയോ ഫോട്ടോസ് ഒന്നും എടുത്തിട്ടില്ല. ഇതേ എടുത്തിട്ടുള്ളൂ മാനിക്യൂനിൽ. ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഇഷ്ടമായെന്ന് പറയും കേട്ടോ.